ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന എന്താ, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ ആയിരിക്കും നമുക്ക് സർട്ടിഫിക്കറ്റിൽ പാസ് ഇല്ലാതിരിക്കുക, ഫെയിൽ ആവുക. സോ ഈ പാസ് മാർക്ക് എത്രയാണ് ഓരോ സബ്ജക്റ്റിന് വരുന്നത് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ കൊടുക്കാൻ കഴിയുള്ളൂ. യൂസ്ഫുൾ ആയ വീഡിയോ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ, യൂസ്ഫുൾ അല്ലാത്ത വീഡിയോസ് ഒന്നും ഞാൻ കൊണ്ടുവരില്ല. അതുകൊണ്ട് തന്നെ മക്കളെ എടുത്തു വെച്ചോളൂ. ഹലോ എവരിവൺ, എറിസ് കോളേജിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മക്കളെ, പബ്ലിക് എക്സാം ഇങ്ങനെ ആവില്ലേ? അടുത്ത മാസം നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ തുടങ്ങുകയാണ്. ഏകദേശം കുട്ടികളൊക്കെ ക്രാഷ് കോഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തിപ്പോൾ ഫൈനലി നിങ്ങളുടെ എക്സാം കണ്ടന്റുകൾ, പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് ലഭിക്കണം, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷന്, എത്ര മാർക്ക് കിട്ടി ഞാൻ പാസ്സാവും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പൊതുവെ നമ്മൾ ഇതൊന്നും അറിയാതെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയില്ല എത്ര മാർക്ക്, തിയറിക്ക് എത്ര വേണം, പ്രാക്ടിക്കലിന് എത്ര വേണം, എത്ര കിട്ടിയാൽ ജയിക്കും. ഇതൊക്കെ കുട്ടികളുണ്ടല്ലോ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷമാണ് ചോദിക്കുക, ഇത് എത്ര ശരിക്കും വേണ്ടത്, എനിക്ക് എത്ര കിട്ടിയത്. സോ ആ ഒരു കൺഫ്യൂഷൻ ഇവിടെ ആർക്കും വേണ്ട. നമ്മൾ ആദ്യം തന്നെ എത്ര മാർക്കാണ് ഇവർ തരാൻ പോകുന്നത് എന്നുള്ളതാണ് പഠിക്കുക. മാക്സിമം എത്ര മാർക്ക് കിട്ടും, മിനിമം നമ്മൾ എത്ര എടുക്കണം, നമുക്ക് പാസ്സാവാൻ എത്ര മാർക്ക് എടുക്കേണ്ടതെന്നുള്ള ധാരണ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാം, എവിടെയൊക്കെ സ്ട്രെസ് ചെയ്യണം, എവിടെയൊക്കെ കൂടുതൽ പഠിക്കണം എന്നുള്ളതും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് NIOS മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, NIOSന്റെ ഓരോ സബ്ജക്റ്റിന്റെ തിയറി, പ്രാക്ടിക്കൽ, അസൈൻമെന്റ്, ഇതിനൊക്കെ എത്ര മാർക്ക് വീതമാണ്, അതിൽ എത്ര മാർക്ക് നമ്മൾ എടുത്താലാണ് നമ്മൾ പാസ്സാവുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഇവിടെ തന്നെ പ്രാക്ടിക്കൽ ഉള്ളതും പ്രാക്ടിക്കൽ ഇല്ലാത്തതുമായിട്ടുള്ള വിഷയങ്ങൾ നമുക്കുണ്ട്. ഇപ്പൊ +2 നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഒക്കെ എന്നുള്ള സബ്ജക്ട്സുകളിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസിൽ പ്രാക്ടിക്കൽ ഉണ്ടാവില്ല, സയൻസിലൊക്കെ ആയിരിക്കും പ്രാക്ടിക്കൽ വരുന്നുണ്ടാവുക. സോ പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾക്കും പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്കും വെവ്വേറെയാണ് മാർക്കുകൾ വരുന്നത്. അതുപോലെ തന്നെ അസൈൻമെന്റ് മാർക്കുകളിലൊക്കെ വ്യത്യാസമുണ്ട്. സോ നമ്മൾ ഓരോ സബ്ജക്ട്സിനും എത്ര മാർക്ക് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രാക്ടിക്കൽ എക്സാമിനേഷനും എത്ര മാർക്കാണ് നമ്മൾക്ക് വിജയിക്കാൻ വേണ്ടത് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇപ്പോ ചില കുട്ടികൾ പറയാറുണ്ട്, പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരാൻ കഴിഞ്ഞില്ല സാറേ, ഇനി ഇപ്പൊ തിയറിക്ക് വന്നാൽ അത് മാത്രം എഴുതിയാൽ പാസ്സാവോ. പക്ഷെ മക്കളെ, പ്രാക്ടിക്കലും തിയറിക്കൊക്കെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എത്രയെന്ന് അറിഞ്ഞിട്ട് 100ൽ എത്ര മാർക്ക് നമ്മൾ മേടിക്കണം, അഗ്രിഗേറ്റ് മാർക്ക് നമ്മൾ കരസ്ഥമാക്കണം എന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് വിജയിക്കോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കുക. സോ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ മാർക്ക് നോക്കാം. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിന്റെ തിയറി, പ്രാക്ടിക്കൽ, അസൈൻമെന്റ് എല്ലാ മാർക്കും നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. സോ നമുക്ക് വരുമ്പോൾ തന്നെ ഇവിടെ കണ്ടോ, ഞാൻ ആദ്യം സീനിയർ സെക്കൻഡറി എന്നാണ് കൊടുത്തിട്ടുള്ളത്. സീനിയർ സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2, നിങ്ങളുടെ +2, അത് +2 സയൻസ് ഉണ്ടാവാം, +2 കൊമേഴ്സ് ഉണ്ടാവും, +2 ഹ്യൂമാനിറ്റീസ് ഉണ്ടാവും. +2 അടിസ്ഥാനമാക്കി 300 സബ്ജക്ട് കോഡ് വരുന്ന എല്ലാ സബ്ജക്റ്റുകളും ഇതിലെ വരുന്നത് സീനിയർ സെക്കൻഡറി അല്ലെങ്കിൽ +2ലാണ് വരുന്നത്. അതിലെ ഫുൾ മാർക്സ് ആണ് ഞാൻ ഈ ഒരു സെക്ഷനിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് മൊത്തം എത്ര മാർക്കാണ് ഇവർ നൽകുന്നത്, ഫുൾ മാർക്ക് മൊത്തം എത്ര മാർക്കാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇവിടെയാണ് മക്കളെ നമ്മുടെ ഇമ്പോർട്ടൻസ്. നമുക്ക് വേണ്ടത് എന്താ, ഫുൾ മാർക്കിന്റെ അടുത്തുള്ള പാസ് മാർക്ക്. നമ്മൾക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് നമ്മൾ പാസ്സാവുക, മിനിമം എത്ര മാർക്ക് എടുക്കണം പാസ്സാവാൻ. അതിന്റെ അപ്പുറത്തേക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, ഫുൾ മാർക്ക് വരെ എത്ര വേണമെങ്കിലും നമുക്ക് ടാർഗറ്റ് ചെയ്യാം. പക്ഷെ മിനിമം മാർക്ക് ഇല്ലെങ്കിൽ ഇവിടെയാണ് കുട്ടികൾ ജയിക്കോ തോൽക്കോ എന്നുള്ള കൺസേൺ പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ ആയിരിക്കും നമുക്ക് സർട്ടിഫിക്കറ്റിൽ പാസ് ഇല്ലാതിരിക്കുക, ഫെയിൽ ആവുക. സോ ഈ പാസ് മാർക്ക് എത്രയാണ് ഓരോ സബ്ജക്റ്റിന് വരുന്നത് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ കൊടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷൻ മക്കളെ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓരോ സബ്ജക്റ്റിനും എത്രയാണ് പാസ് മാർക്ക് എന്നുള്ളത് ഞാൻ വളരെ കൃത്യമായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ആദ്യം തന്നെ +2 വിത്തൗട്ട് പ്രാക്ടിക്കൽ സബ്ജക്ട്സ്, +2 നിങ്ങളുടെ സബ്ജക്റ്റിൽ പ്രാക്ടിക്കൽ ഇല്ലാത്ത, നിങ്ങൾക്ക് ഇപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ വന്നിട്ടുണ്ടാവും. അതിൽ ഏതൊക്കെ സബ്ജക്റ്റിനാണോ ഹാൾ ടിക്കറ്റ് ഇല്ലാത്തത് അതൊക്കെ ആയിരിക്കും പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്ട്സ്. ഉദാഹരണത്തിന് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സോഷ്യോളജി, അങ്ങനെയൊക്കെയുള്ള ഹിസ്റ്ററി ഒക്കെ പോലുള്ള സബ്ജക്ട്സുകളാണ് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്ട്സ്. സോ ഈ പറഞ്ഞ സബ്ജക്ട്സുകൾക്കൊക്കെ ടോട്ടൽ മാർക്ക് 100ലോട്ടാണ്. അതായത് ടോട്ടൽ മാർക്ക് 100ലാണ്. നമുക്ക് 100 മാർക്കാണ് മൊത്തം കണക്കാക്കുക. ഈ 100 മാർക്കിൽ 33% മാർക്ക് നമ്മൾ നേടിയാൽ, 100ക്ക് 33 മാർക്ക് നിങ്ങൾക്ക് നേടിയാൽ നിങ്ങൾ പാസ്സാണ്. 100ക്ക് 33 മാർക്ക് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ അസൈൻമെന്റ് എല്ലാം വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ സെപ്പറേറ്റ് മാർക്കിംഗ് സിസ്റ്റം ആണ് വരിക. പക്ഷെ മക്കളെ നോക്കുക, തിയറി എക്സാം 80 മാർക്കിനാ. ഇവിടെ 80 മാർക്കിന് തിയറി എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ 80ലല്ല ക്വസ്റ്റ്യൻ പേപ്പർ കിടക്കുന്നത്. ആദ്യം തന്നെ അത് മനസ്സിലാക്കുക. ഇപ്പോ ഒരുപാട് കുട്ടികൾക്ക് സംശയം വരുന്നതാണ്, ഞാൻ പരീക്ഷ പേപ്പറിൽ പോയി നോക്കുമ്പോൾ എന്റെ പരീക്ഷയിൽ മാക്സിമം മാർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് 100ആണ്. അതുകൊണ്ട് തന്നെ ആ 100ൽ 33 എനിക്ക് കിട്ടിയാൽ പോരെ എന്നാണ് ചിന്തിക്കുക. അങ്ങനെയല്ല സംഭവം. ഈ 100 മാർക്കിന്റെ പരീക്ഷ 3 മണിക്കൂർ നടത്തുന്നതിനെ തിയറി, ആ എഴുത്ത് പരീക്ഷ തിയറി എന്ന് തന്നെ പറയാം. തിയറി പരീക്ഷ അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. തിയറി
സോ 100 മാർക്കിന് നിങ്ങൾ എഴുതിയ ആ ഒരു പേപ്പറിനെ 80ലോട്ട് കൺവേർട്ട് ചെയ്യും. 100ൽ 100 വാങ്ങിയ കുട്ടിക്ക് 80ൽ 80, 100ൽ 99 വാങ്ങിയ കുട്ടിക്ക് 80ൽ 79. അങ്ങനെ കുറച്ച് വന്ന് ഒരു കൺവേർഷൻ നടത്തും, 80ലോട്ട് കൺവേർട്ട് ചെയ്യും. സോ തിയറി എക്സാമിനേഷന് നിങ്ങൾ 100ന് പരീക്ഷ എഴുതിയാൽ പോലും നിങ്ങൾക്ക് അത് കൺവേർട്ട് ചെയ്ത് എത്രയിലാണ് ടോട്ടൽ മാർക്ക് കൂട്ടുന്നത്? മാക്സിമം മാർക്ക് വരുന്നത് 80ലാണ്. 100ൽ 33 മേടിക്കുക പാസ് മാർക്ക്. അപ്പൊ 80ൽ എത്രയാവും? 80ൽ 26 മാർക്ക് മതി മക്കളെ. ആ 80ൽ 26 പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. 100ൽ 26 അല്ല ഞാൻ പറഞ്ഞത്, 80 മാർക്ക് 26. 100 മാർക്കിലാണ് പരീക്ഷ മൊത്തം നിങ്ങൾ എഴുതിയത്. ആ 100 മാർക്കാണ് 33% വേണ്ടത്. പക്ഷെ ഈ 100 മാർക്കിനെ കൺവേർട്ട് ചെയ്ത് 80 മാർക്കിലോട്ട് തിയറി തനിയെ കാണിക്കും. എന്താ, നമ്മളെ അസൈൻമെന്റും പ്രാക്ടിക്കലൊക്കെ സെപ്പറേറ്റ് മാർക്കായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ 100ന് മുകളിൽ മാർക്കായി പോവില്ലേ. സോ ഈ ഒരു തിയറി എക്സാമിനേഷൻ 80 മാർക്കിലോട്ടാണ് കണക്കാക്കുന്നത്. ആ 80ലാണ് പാസ് മാർക്ക് 26. അപ്പൊ ഇനി ആരും ചോദിക്കണ്ട കേട്ടോ. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, സോഷ്യോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, ഈ പറഞ്ഞ എല്ലാ സബ്ജക്ട്സ്, ലാബ് ഇല്ലാത്ത എല്ലാ സബ്ജക്റ്റിന്റെയും മിനിമം പാസ് മാർക്ക് എത്ര കാണിക്കുന്നത്? 26 മാർക്ക്. എഴുതി 26 മാർക്ക് നമ്മൾ എടുക്കണം. ഓക്കെ, പക്ഷെ എഴുതുമ്പോ 80ലല്ലല്ലോ പരീക്ഷ എഴുതുന്നത്, 100ലല്ലേ. അപ്പൊ 100ൽ 26 എടുത്താൽ പാസ്സാവോ? പാസ്സാവില്ല. ഞാൻ പറഞ്ഞു 80ൽ 26 എന്ന്, പക്ഷെ നമ്മൾ പരീക്ഷ എഴുതുന്നത് 100 മാർക്കിനാ. അപ്പൊ 100ൽ 33 എടുക്കണം. 100ൽ 33 എടുത്താലേ 80ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ 33നെ കൺവേർട്ട് ആക്കുമ്പോൾ 26 ആവത്തുള്ളൂ. സോ 80ൽ 26 പാസ് മാർക്ക് ആണെങ്കിൽ 100ൽ 33 മക്കളെ പാസ് മാർക്ക്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. തിയറിക്ക് 80ലാണ് മാർക്ക് വരിക, അതിൽ 26 മാർക്കാണ് മിനിമം നമ്മൾ എടുക്കേണ്ട മാർക്ക്, മിനിമം പാസ് മാർക്ക്. അപ്പൊ 26ന്റെ താഴെ 25 തോറ്റുപോകും, 24 തോറ്റുപോകും. അതിന് മുകളിൽ ഈ 26ന്റെ മുകളിൽ 26ന്റെ മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ പാസ്സാവുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഈ കുട്ടികൾ ചോദിക്കുന്ന അടുത്തൊരു സംശയമാണ്, ഇപ്പോ 26ന്റെ പകരം ഒരു 20 കിട്ടിയിട്ട് ബാക്കി അസൈൻമെന്റ് മാർക്ക് കൂട്ടിക്കൂടെ? അങ്ങനെയല്ല. കാരണം 80 മാർക്കിന് മാത്രമാണ് 26 മാർക്കിനെ പറഞ്ഞത്. ഇവിടെ പ്രാക്ടിക്കൽ ഇല്ല. പക്ഷെ ഇന്റേണൽ അസസ്മെന്റ് നോക്കുക, ഇതാണ് മക്കളെ 20 മാർക്ക്. നമ്മുടെ അസൈൻമെന്റ് മാർക്ക് 20 മാർക്ക് സെപ്പറേറ്റ് ഉണ്ട്. ഈ 20 മാർക്ക് നമുക്കിവിടെ സെപ്പറേറ്റ് ഉണ്ട്. സോ ഈ 20 മാർക്കും ഈ 80 മാർക്കും കൂടിയിട്ടാണ് 100 മാർക്ക് അവർ കൺസിഡർ ചെയ്യുന്നത്. തെറ്റിദ്ധരിക്കരുത്, കറക്റ്റ് നോക്കുക. ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ശരിക്കും ശ്രദ്ധിക്കുക. 80ഉം 20ആണ്. സോ 20ൽ അസൈൻമെന്റിൽ നിങ്ങൾക്ക് 0, 1, 2, 3, 4 അങ്ങനെ എത്ര മാർക്ക് വരെ എടുക്കുക. പക്ഷെ 26 തിയറിക്ക് നിർബന്ധമായിട്ട് എടുക്കണം. അതിന്റെ കൂടെയാണ് അസൈൻമെന്റ് മാർക്ക് ആഡ് ചെയ്യുക. മനസ്സിലായോ? അങ്ങനെയാണ് ഇവിടെ നമുക്ക് അസൈൻമെന്റ് മാർക്ക്. ഇപ്പൊ ഈ 26 മാർക്ക് നിങ്ങൾ തിയറി എടുത്തിട്ട് 26 നിങ്ങൾക്ക് തിയറി കിട്ടിയിട്ട് പിന്നെ 0 മാർക്ക് അസൈൻമെന്റ് ആയാലും നോ പ്രോബ്ലം, നമ്മൾ പാസ്സാവും. അവിടെ നമുക്ക് മിനിമം നമ്മൾ 26 എടുത്താൽ തിയറി പാസ്സാവും. അതിന് മുകളിൽ അസൈൻമെന്റിൽ തന്നെ നമുക്ക് മിനിമം ഒരു മാർക്ക് മതി, അത് പാസ്സാവും. അപ്പൊ അസൈൻമെന്റ് വെക്കാതെ തന്നെ കുട്ടികൾ പാസ്സാവുന്നതിന്റെ ഐഡിയ മനസ്സിലായോ? എന്തുകൊണ്ടാ? തിയറിക്ക് കൂടുതൽ മാർക്ക് അവർക്ക് നേടും, അതുകൊണ്ടാണ് അസൈൻമെന്റ് ഇല്ലെങ്കിൽ കുട്ടികൾ പാസ്സായി പോകുന്നത്. ഓക്കെ, അപ്പൊ തിയറിക്ക് കുറെ മാർക്ക് എടുക്കണമെങ്കിൽ അസൈൻമെന്റ് മാർക്ക് ഒരു പ്രോബ്ലം ഉള്ള കാര്യമല്ല. ഓക്കെ, ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഏതാ? ലാബ് ഇല്ലാത്ത എല്ലാ വിഷയങ്ങൾക്കും. ഓക്കെ, പക്ഷെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന ലാബ് ഉള്ള വിഷയങ്ങൾക്കാണ്. കാരണം എന്താ, അതിന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വ്യത്യസ്ത തരത്തിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കാം, പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട്സ് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസ്, ജോഗ്രഫി, അങ്ങനെ ഏത് പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആണോ അതിന്റെയൊക്കെ ഏത് +2 പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആണെങ്കിലും അതിന്റെ തിയറി കണക്കാക്കുന്നത് 64 മാർക്കിനാണ്. 64 മാർക്കാണ് ടോട്ടൽ മാർക്ക് മക്കളെ. നിങ്ങൾ എത്ര മാർക്കിന് പരീക്ഷ ചെയ്താലും വേണ്ടില്ല, 64ലോട്ട് അത് കൺവേർട്ട് ചെയ്യും. അവിടെ നമ്മൾ 100 മാർക്കിന് പരീക്ഷ ചെയ്തുമ്പോൾ MBയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പോലെ ഇവിടെ നിങ്ങളെ മാർക്ക് 64ൽ കൺവേർട്ട് ചെയ്യും. മാത്രമല്ല ഇവിടെ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു മാർക്ക് ഉണ്ട്, 20 മാർക്ക് പ്രാക്ടിക്കൽ ഉണ്ട്. ഈ 64ന്റെ കൂടെ ഈ 20 കൂടുമ്പോൾ 84, അതിന്റെ കൂടെ അസൈൻമെന്റ് 16 മാർക്കുള്ളൂ. അങ്ങനെ മൊത്തം കൂട്ടുമ്പോഴാണ് 100 മാർക്ക് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഈ തിയറിക്കും പ്രാക്ടിക്കലിനും മിനിമം മാർക്ക് എടുക്കണം, എങ്കിലേ പാസ് ആവുള്ളൂ. തിയറി മാത്രം പാസ്സായിട്ട് കാര്യമില്ല. തിയറിയിൽ മാത്രം നിങ്ങൾ പാസ് മാർക്ക് എടുത്ത് ഈ പ്രാക്ടിക്കലിൽ പാസ് മാർക്ക് ഇല്ലെങ്കിൽ SYCP എന്ന് കാണിക്കും, പ്രാക്ടിക്കലിൽ തോറ്റു പറയും. SYCT എന്ന് കാണിക്കും തിയറിയിൽ മാർക്ക് ഇല്ലെങ്കിൽ, കാരണം തിയറി തോറ്റു. അങ്ങനെ അത് മാത്രം കാണിക്കുന്നത്. റിസൾട്ടിൽ ഇപ്പൊ അങ്ങനെ വരുന്നത് എന്താ മനസ്സിലായോ? അതെന്താ? ഒന്നിൽ മാത്രം വിജയിച്ചോണ്ടാ. നമ്മൾ ലാബ് കുറച്ച് മോശമായിട്ട് തിയറി കൂട്ടാൻ പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് മാർക്ക് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമുക്ക് ലാബുള്ള സബ്ജക്റ്റിന്, പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റിന് 64 മാർക്കാന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ പ്രാക്ടിക്കലിന് 20 മാർക്കാണ് ടോട്ടൽ വരുന്നത്. അതിന്റെ അസൈൻമെന്റിന് 16 മാർക്കാണ് ടോട്ടൽ വരുന്നത്. ശരിക്കും ശ്രദ്ധിക്കാം മക്കളെ. ഈ അസൈൻമെന്റ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടേ ഈ ലാബ് ഇല്ലാത്ത സബ്ജക്റ്റിനൊക്കെ 20ക്ക് 19, 18 കുട്ടികൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ലാബുള്ള സബ്ജക്റ്റിന് 16ക്ക് 15, 14 കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും വിചാരം 20ക്കാണ് ഫുൾ മാർക്ക് കണക്കാക്കുക. അങ്ങനെയല്ല, മാർക്ക് വ്യത്യാസം ഉണ്ടാവും. ലാബൊക്കെ ഉള്ള സബ്ജക്റ്റിന് കുറച്ച് കുറവായിരിക്കും പ്രാക്ടിക്കൽ TMAയുടെ മാർക്ക്. അതുകൊണ്ടാണ് 16ക്ക് 15 കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ മാർക്ക് എത്രയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നോ പ്രോബ്ലം. ഓക്കെ,
ഈ 64ഉം 20ഉം 16ഉം കൂട്ടിയിട്ടാണ് ടോട്ടൽ 100 മാർക്ക് വരുന്നത്. ഇതാണ് ടോട്ടൽ മാർക്ക്. ഇനി നമ്മൾ എത്ര എടുക്കണം പാസ്സാവാൻ എന്ന് ചോദിച്ചാൽ തിയറി പരീക്ഷയ്ക്ക് 21 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താൽ മതി. അവിടെ നമ്മൾ പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്ക് 26 വേണം മേടിക്കണം എന്ന് പറഞ്ഞു. കാരണം എന്താ, 80ക്കാണ് 26, ഇവിടെ 64 പരീക്ഷ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എത്ര എടുത്താൽ മതി? 21 മാർക്ക് എടുത്താൽ മതി. വെറും 21 മാർക്ക് മക്കളെ നിങ്ങൾ തിയറിയിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തിയറി പാസ്സാ. അതേപോലെ 20 മാർക്കിനാണ് ലാബ് പ്രാക്ടിക്കൽ നടക്കുന്നത്. ആ 20ക്ക് നിങ്ങൾ വെറും 7 മാർക്ക് സ്കോർ ചെയ്താൽ മതി. അപ്പോൾ ഈ 21ഉം 7ഉം പാടെ 28 മാർക്ക്. ഇതാണ് നിങ്ങളുടെ പാസ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തിയറി പരീക്ഷയ്ക്ക് നിങ്ങൾ ഫിസിക്സിനാണെങ്കിലും കെമിസ്ട്രി ബയോളജിക്കാണെങ്കിലും നിങ്ങൾ 21 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ എടുക്കുക, 7 മാർക്ക് മിനിമം പ്രാക്ടിക്കലിന് എടുക്കുക. പിന്നെ നമുക്ക് അസൈൻമെന്റ് 0 മുതൽ 16 മാർക്ക് ഏതും വരെ എടുക്കുക, ആബ്സെന്റ് വരെ ഉള്ള പ്രശ്നം വരുന്നില്ല. ഇങ്ങനെ ഇത് മൂന്നും കൂടിയാണ് മക്കളെ 33% നമ്മുടെ പ്രാക്ടിക്കൽ സബ്ജക്റ്റിന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ റിസൾട്ട് വരുമ്പോഴേ SYCT SYCP കാണിക്കണം ഏതിൽ ഒന്നിൽ തോറ്റോണ്ടാണ്. അപ്പൊ നമ്മൾ തിയറി മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല, പ്രാക്ടിക്കലിനും 7 മാർക്ക് മിനിമം സ്കോർ. 20ആണ് പ്രാക്ടിക്കലിന്റെ ടോട്ടൽ മാർക്കെങ്കിൽ മിനിമം 7 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു സബ്ജക്റ്റാണ് ഡാറ്റ എൻട്രി. ഡാറ്റ എൻട്രി പോലുള്ള സബ്ജക്റ്റ് നമ്മളെ പ്രാക്ടിക്കലിനാണ് കൂടുതൽ വെയിറ്റേജ്, അതായത് ലാബിനാണ് കൂടുതൽ വെയിറ്റേജ്. അപ്പൊ തിയറിക്ക് വെറും 32 മാർക്കേ വരുന്നുള്ളൂ, ലാബിന് എത്ര വരുന്നുണ്ട്? 60 മാർക്ക്. അസൈൻമെന്റ് പറ്റ കുറവാ, എത്ര? 8 മാർക്കുള്ള അസൈൻമെന്റ്, 8 മാർക്കേ അസൈൻമെന്റ് വരുന്നുള്ളൂ. സോ ഇത് മൂന്നും കൂട്ടിയിട്ടാണ് നമുക്ക് 100 മാർക്ക് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഈ 32ക്ക് +2 കുട്ടികൾ തിയറിയിൽ വെറും 11 മാർക്ക് എടുത്താൽ പാസ്സാവും. 30ആണ് ഇതിന്റെ തിയറി മാർക്ക്, പക്ഷെ 11 മാർക്ക് എടുത്താൽ നിങ്ങൾ തിയറി പാസ്സാവും. ഇനി പ്രാക്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ അതിന് 60 മാർക്ക് വരുന്നുണ്ട്, പക്ഷെ അതിൽ 20 മാർക്ക് നിങ്ങൾ എടുത്താൽ മാത്രമേ പാസ്സാവുള്ളൂ. സോ പ്രാക്ടിക്കലിന് 20 മാർക്ക് എടുത്താലേ 60ൽ നിങ്ങൾക്ക് പാസ് കാണിക്കുന്നുള്ളൂ. സോ മിനിമം കുട്ടികൾ തിയറിക്ക് 11 എടുക്കണം, പ്രാക്ടിക്കലിന് 20 എടുക്കണം. അങ്ങനെയാണ് ടോട്ടൽ 33% അഗ്രിഗേറ്റ് മാർക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി +2ന്റെ നമ്മൾ ഏകദേശം മനസ്സിലാക്കി. ഇനി നമുക്ക് 10ാം ക്ലാസ്സിൻ്റെ വരാം. അപ്പൊ സീനിയർ സെക്കൻഡറി ആണ് ഞാൻ പറഞ്ഞത്, കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്, വ്യക്തമാണ്. എത്ര മാർക്ക് എടുക്കണം എന്ന് വ്യക്തമാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇനി 10ാം ക്ലാസ്സിന്റെ മാർക്ക് കൂടി ഞാൻ അതിലൊന്ന് മെൻഷൻ ചെയ്ത് തരാം. 10ാം ക്ലാസ്സിൽ നമുക്ക് പോലെയുള്ള സബ്ജക്ട്സ് പ്രാക്ടിക്കൽ ഇല്ലാത്ത ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അതേപോലെ സോഷ്യൽ, പ്രാക്ടിക്കൽ ഇല്ലാത്ത എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ +2ന്റെ അതേ ഷെഡ്യൂളിങ് തന്നെ, ഒരു മാറ്റമല്ല. 80ആണ് തിയറി മാർക്ക്, പ്രാക്ടിക്കൽ മാർക്ക് ഇല്ല. അസൈൻമെന്റിന് 20 മാർക്ക്, 80 20 100 മാർക്ക്. 100ക്ക് തിയറിക്ക് 26 മാർക്ക് മതി. അസൈൻമെന്റ് 0 മുതൽ 20 വരെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ 26 മാർക്ക് കിട്ടിയാൽ തന്നെ പാസ്സാവും. ഏത് 10ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, സോഷ്യൽ സയൻസ് ഒക്കെ പോലുള്ള ലാബ് ഇല്ലാത്ത സബ്ജക്ട്സ്. ഇനി 10ാം ക്ലാസ്സിൽ ലാബുള്ള സബ്ജക്ട്സ് ആയിട്ടുള്ള മാത്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഹോം സയൻസ് ഒക്കെ പോലുള്ള സബ്ജക്ട്സ് ആണെങ്കിൽ ഇവിടെ നോക്കുക, തിയറിക്ക് 68 മാർക്കാണ് ടോട്ടൽ വരുന്നത്. 68 മാർക്കാണ് തിയറിക്ക് വരുന്നത്. പ്രാക്ടിക്കലിന് 15 മാർക്കാണ് വരുന്നത്. അസൈൻമെന്റ് 17 മാർക്കാണ് വരുന്നത്. കേട്ടോ, അതായത് തിയറിക്ക് 68 മാർക്ക്, പ്രാക്ടിക്കലിന് 15 മാർക്ക്, അസൈൻമെന്റ് 17 മാർക്ക്, ടോട്ടൽ 100 മാർക്ക്. ഇനി തിയറിക്ക് 68 മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ തിയറിക്ക് പാസ് ആവാൻ മിനിമം എടുക്കേണ്ടത് 27 മാർക്കാണ് മക്കളെ. 27 മാർക്ക്. ഇവിടെ എന്താ പ്രശ്നം അറിയോ? +2 10ാം ക്ലാസ് തമ്മിൽ ഭയങ്കര ഒരു വ്യത്യാസം എന്താ വെച്ചാൽ +2ല് നമുക്ക് ഏതെങ്കിലും ഒന്ന് തിയറി തോൽക്കുകയാണെങ്കിൽ പ്രാക്ടിക്കൽ പാസ് ആണിക്കോ, പിന്നെ പ്രാക്ടിക്കൽ എഴുതേണ്ട ആവശ്യമില്ല, തിയറി മാത്രം എഴുതിയാൽ മതി. ഇനി തിയറി ജയിച്ചിട്ട് പ്രാക്ടിക്കൽ തോറ്റെങ്കിൽ തിയറി പിന്നെ എഴുതേണ്ട ആവശ്യമില്ല, പ്രാക്ടിക്കൽ മാത്രം എഴുതിയാൽ മതി. പക്ഷെ 10ാം ക്ലാസ്സിൽ അങ്ങനെയല്ല, ഒന്ന് തോറ്റ രണ്ടും തോൽക്കും. തിയറി തോറ്റ പ്രാക്ടിക്കലും തിയറിയും തോൽക്കും, പ്രാക്ടിക്കൽ തോറ്റ തിയറിയും പ്രാക്ടിക്കലും തോൽക്കും. കാരണം എന്താ, അതിന് സെപ്പറേറ്റ് മാർക്കിങ്. ഇവിടെ നമുക്ക് മാർക്കിങ് തിയറിക്ക് 68ഉം പ്രാക്ടിക്കലിനും 15 കാണാൻ സാധിക്കുമെങ്കിലും മിനിമം പാസ് മാർക്ക് പ്രാക്ടിക്കലിന് ഇല്ല, തിയറിക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ 27 മാർക്ക്. സോ അത് രണ്ടും കൂട്ടിയിട്ട് അവർ റിസൾട്ട് പ്രഖ്യാപിക്കുള്ളൂ. ഇവിടെ പ്രാക്ടിക്കലിന് മിനിമം പാസ് ഇല്ല. പ്രാക്ടിക്കലിന് 10ാം ക്ലാസ്സിൽ മിനിമം പാസ് ഇല്ല, തിയറി പാസ്സായാലേ അത് പാസ്സാവത്തുള്ളൂ. ഓക്കെ, സോ അതിൽ കുറച്ച് മാർക്ക് വെയിറ്റേജ് കൂടുതലായിരിക്കും. ഇപ്പൊ 68 തിയറി, 15 പ്രാക്ടിക്കൽ, 17 അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഈ 68ഉം 15ഉം കൂട്ടിയിട്ടുള്ള മിനിമം മാർക്ക് 27 നിങ്ങൾ അതിൽ എടുക്കണം. ഇനി ഇതേപോലെ തന്നെ ഡാറ്റ എൻട്രി, നമ്മൾ നേരത്തെ പറഞ്ഞ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ, ഇവിടെയും തിയറിക്ക് 32 മാർക്കും പ്രാക്ടിക്കലിന് 60 മാർക്കും നമുക്ക് അസൈൻമെന്റിന്, അതായത് ഇന്റർണൽ അസൈൻമെന്റ് 8 മാർക്കും, ടോട്ടൽ 100 മാർക്ക് വരുമ്പോൾ ഇവിടെ പ്രാക്ടിക്കലിനായിട്ട് പാസ്സാവാൻ സാധിക്കില്ല. 10ാം ക്ലാസ് ആവുമ്പോൾ തിയറിക്ക് മിനിമം 30 മാർക്ക് എടുക്കണം. +2നെയും 10ാം ക്ലാസ്സിന്റെ ഡാറ്റ എൻട്രി ഒരേപോലെ അല്ല മാർക്ക് വരിക എന്നുള്ളത് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ പറയുക, +2ന് ലാബും തിയറി പ്രാക്ടിക്കൽ വെവ്വേറെ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇവിടെ അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല, ഇവിടെ രണ്ടും ഒരൊറ്റനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മക്കൾ നോക്കുക. കാരണം നമുക്ക് ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് എത്ര കിട്ടും എന്താന്നുള്ളത് നമുക്ക് പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റും. ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന എന്താ, നമ്മൾ പ്രാക്ടിക്കൽ എങ്ങനെ അറ്റൻഡ് ചെയ്തെന്നുള്ള ഏകദേശം ധാരണ ഉണ്ടാവും, പക്ഷെ തിയറിക്ക് നമുക്ക് പോകുമ്പോൾ എത്രയാണ് മാർക്ക് മേടിക്കേണ്ടത്, മിനിമം മാർക്ക് മേടിക്കേണ്ട അറിയില്ല. അതൊക്കെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ടാണ് മക്കളെ ഞാൻ ഇന്നിവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ മാർക്കിംഗ് സിസ്റ്റം പറഞ്ഞത്. ഓരോ സബ്ജക്റ്റിന്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പാറ്റേണിലാണ് നിങ്ങളെ പാസ്സായോ തോറ്റോ എന്നുള്ളതൊക്കെ അറിയിക്കുന്നത്. സോ ഈ ഒരു മാർക്കിംഗ് സിസ്റ്റം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞുള്ള ബെനിഫിറ്റ് എന്താ,
നമുക്ക് അതിനനുസരിച്ചിട്ട് എത്ര എടുക്കാൻ പറ്റും, മിനിമം എത്ര സ്കോർ ചെയ്യണം എന്നുള്ളത് അറിയാൻ പറ്റും. മിനിമം മാക്സിമം നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. യൂസ്ഫുൾ ആയ വീഡിയോ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ, യൂസ്ഫുൾ അല്ലാത്ത വീഡിയോസ് ഒന്നും ഞാൻ കൊണ്ടുവരില്ല. അതുകൊണ്ട് തന്നെ മക്കളെ എടുത്തു വെച്ചോളൂ, പരീക്ഷയ്ക്ക് പാസ്സാവാനുള്ള മാർക്ക്, മിനിമം മാർക്ക് ഇതൊക്കെ ഇതിലുണ്ട്. ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഒന്ന് കണ്ടിരുന്നോളൂ, ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ, എന്നിട്ട് പോയിട്ട് പരീക്ഷ എഴുതുക, വിജയിക്കുക. ഓക്കെ, താങ്ക് യു.